അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ബെറ്റർ ആസ് ദാൻ ബി സോറി. ഇന്ന് ആക്ച്വലി ഞാൻ പോയപ്പോൾ ഉണ്ടല്ലോ പല ടൈപ്പിൽ ക്രൂസിൽ ആൾക്കാരുണ്ടായിരുന്നു. ലൈക്ക് പല ടൈപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശമായിട്ടല്ലോ കേട്ടോ ഞാൻ പറഞ്ഞത്. ലൈക്ക് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. മോസ്റ്റ്ലി എല്ലാവരും US സിറ്റിസൺസ് ആയിരുന്നു. 1941 ജനിച്ചവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മെയിൻലി നോക്കേണ്ടത് ഇതിനകത്ത് വിസ ഗ്രാൻഡ് നമ്പർ, നമ്മുടെ പാസ്പോർട്ട് എങ്ങനെയാണ്, ഇങ്ങനെ അവരുടെ പാസ്പോർട്ട് മാച്ച് ആവുന്നുണ്ടോ, അവരുടെ വിസയുണ്ടോ, ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നവരാണ് കേട്ടോ, ഓസ്ട്രേലിയയിൽ വിസ ഉണ്ടോ അതൊക്കെ നോക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ആക്ച്വലി എനിക്ക് ചെക്ക് ഇൻ ജോലി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, അതായത് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പക്ഷേ ഞാൻ രാവിലെ ഉണ്ടായിരുന്നത് ലഗേജിലായിരുന്നു കേട്ടോ. ഇവരുടെ ലഗേജൊക്കെ വരുന്നത് നമ്മൾ നോക്കിയെടുത്ത് വെക്കണം, ഇവർ സോർട്ട് ചെയ്ത് വെക്കണം, എല്ലാം എവിടെയാണ് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ സോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എത്തി സൈൻ ഇൻ ചെയ്തു. എൻ്റെ പേര് തെറ്റായിട്ടായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ANUOMA എന്നൊക്കെ ആക്കിയിരുന്നു കേട്ടോ. ഞാൻ പിന്നെ P ഒക്കെ ആക്കി അതിന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ബാഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലേസേഴ്സൊക്കെ നമ്മൾ തന്നെ ഇട്ടുകൊണ്ടായിരുന്നു കേട്ടോ പോകേണ്ടിയത്. ഞാൻ ഇവിടുന്ന് മേടിച്ച ബ്ലേസറാണ്. ഇതിന് $1 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനൊരു OP ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ എന്താണല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് രാവിലെ ഒരു ഷിഫ്റ്റ്, രാവിലെ ഒരിടത്ത്, രണ്ടാമത്തെ ലൈക്ക് വൈകിട്ട് വേറൊരിടത്ത്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ലഗേജിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ. നിന്ന് അടിപൊളി വ്യൂ ആണ് നോക്കി. പിന്നെ എന്തോ ഒരു സാധനം, ഒരു പ്രോട്ടീൻ ബാർ പോലത്തെ സാധനം ഞാൻ മേടിച്ചായിരുന്നു, തിന്നതാണ്, കൊള്ളിലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാനേജറോട് രണ്ടാമത് ഞാൻ ചോദിച്ചു, ഞാൻ ചെക്കിൻ മുന്നേ ചെയ്തിട്ടുള്ളതാണ്, എന്നെ ഒന്ന് ചെക്കിനിൽ ഇടാൻ പറ്റുമെന്ന്. കാരണം എനിക്ക് ചെക്കിനായിരുന്നു കേട്ടോ ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പറഞ്ഞു വേറെ ആരെങ്കിലും റീപ്ലേസ്മെൻറ്റ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു പയ്യനോട് ചോദിച്ചപ്പോൾ ഭാഗ്യത്തിന് കിട്ടിയിട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ചോദിക്കാൻ ഭയങ്കര മടിയാണ്. എനിക്ക് വേണമെന്നുള്ള അവസരങ്ങൾ പോലും ഞാൻ ചോദിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കും, വേണമെന്നുള്ള കാര്യങ്ങൾ ചോദിക്കണതിന് ഒരു മടിയും വേണ്ട കേട്ടോ. ഞാനത് ഇവിടെ വന്നതിന് ശേഷം പഠിച്ചൊരു കാര്യമാണ്. മുന്നേ ഒന്നും എനിക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ, എനിക്ക് വേണമെന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ ചോദിക്കാനോ പറയാനോ ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്കത് മനസ്സിലായ കാര്യം, നിനക്ക് വേണോ നീ ചോദിക്കാം, എനിക്ക് എന്നാലും ബർഗർ വന്നിട്ട് മതിയായില്ല, അതുകൊണ്ട് ഞാനൊരു പാനിപ്പൂരിയും കൂടി ഓർഡർ ചെയ്ത് തന്നു കേട്ടോ. ഈ ബ്ലേസസൊക്കെ ഇട്ടിട്ട് പോയി ആ കടയിൽ കയറിയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും കൂടെ ഒന്ന് ചെറിഞ്ഞ് നോക്കുമായിരുന്നു. ലൈക്ക് ബർഗർ കഴിക്കാനാണ് ഈ ഉടുപ്പൊക്കെ ഇട്ട് വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ശരി, ടാറ്റ ബൈ, സീ യു.